തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടിമറിക്കാൻ കോൺഗ്രസ് നീക്കമെന്ന് പരാതി. കോൺഗ്രസ് ഭരിക്കുന്ന പത്തനംതിട്ട തണ്ണിത്തോട് പഞ്ചായത്തിലെ വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാനാണ് വ്യാജ പരാതി. 16 വർഷമായി തണ്ണിത്തോട് പഞ്ചായത്തിൽ താമസിക്കുന്ന രാധാകൃഷ്ണൻ സ്ഥിരതാമസക്കാരനല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. കോൺഗ്രസ് നേതാവ് ചന്ദ്രനാണ് പരാതി നൽകിയത്. ജീവിച്ചിരിക്കുന്ന ആളിനെ കണ്ടില്ല എന്നുള്ള ഒരു പരാതി കൊടുക്കുന്നതിന് തുല്യമായത്. എനിക്ക് എൻ്റെ ഓരോ വോട്ട് കളയണം വേണ്ടത് ഞാനല്ലേ തീരുമാനിക്കട്ടെ, വേറെ ആരുമല്ലോ. ഈ ചന്ദ്രൻ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷനെ കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. 100-ലധികം വ്യാജ പരാതികൾ കോൺഗ്രസ് നേതാക്കൾ നൽകിയെന്ന് CPIM ആരോപിച്ചു. അതായത് ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ എല്ലാം പേര് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് UDFൻ്റെ നേതൃത്വം. ഇതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട്. ഇത് ശക്തമായ തന്നെ നല്ല രീതിയിലുള്ള പരിശോധന നടത്തി മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. 3 വാർഡുകളിൽ വളരെ വ്യാപകമായി ഇവിടെ സ്ഥിരതാമസമുള്ള ആളുകളുടെ വോട്ടുകൾ ഒഴിവാക്കുവാനായിട്ട് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ജനവിധിയെ കോൺഗ്രസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് CPIM നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് ആണ് നിലവിൽ തണ്ണിത്തോട് പഞ്ചായത്ത് ഭരിക്കുന്നത്. കേരള ന്യൂസ്, പത്തനംതിട്ട.